രാമചരിതത്തെക്കുറിച്ചുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. മലയാള ഭാഷയിലെ ഏറ്റവും പ്രാചീനമായ കൃതിയാണ് രാമചരിതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. രാമചരിതം തമിഴ് കൃതിയോ മിശ്രഭാഷാ കൃതിയോ അല്ല. അതുണ്ടായ കാലത്ത് മലയാളം പാട്ടിന് ഉപയോഗിച്ചിരുന്ന സാഹിത്യഭാഷയിൽ രചിതമായതാണ് എന്നഭിപ്രായപ്പെട്ടത് ഉള്ളൂർ. ചെന്തമിഴും മലയാളവും ചേർന്ന മിശ്രഭാഷയാണ് രാമചരിത ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടത് ആറ്റൂർ കൃഷ്ണപിഷാരടി. രാമചരിതത്തിൻ്റെ രചനയിൽ കൂത്തരങ്ങിൻ്റെ സ്വാധീനം കാണാം എന്ന് അഭിപ്രായപ്പെട്ടത് നടുവട്ടം ഗോപാലകൃഷ്ണൻ. തനി മലയാളത്തിൻ്റെ ചട്ടക്കൂട്ടിൽ വാർന്നുവീണ ക്ലാസിക് മഹാകാവ്യമാണ് രാമചരിതം എന്ന് പറഞ്ഞത് KN എഴുത്തച്ഛൻ. തെക്കൻ തിരുവിതാംകൂറിലെ മിശ്രഭാഷാ പ്രസ്ഥാനത്തെ അനുസരിച്ചാണ് രാമചരിത രചന എന്നഭിപ്രായപ്പെട്ടത് ഗോദവർമ്മ. ഭാഷയുടെ അപഭ്രംശാവസ്ഥയെ കാണിക്കുന്നു രാമചരിത ഭാഷ എന്ന് പറഞ്ഞത് ഇളംകുളം കുഞ്ഞൻപിള്ള. 14-ാം ശതകത്തിൻ്റെ ആരംഭത്തിൽ കേരളത്തിൽ ത്രൈവർണികരല്ലാത്തവർക്കിടയിൽ പ്രചരിച്ചിരുന്ന ഭാഷയുടെ സാഹിത്യരൂപമാണ് രാമചരിതത്തിൽ കാണുന്നതെന്നും ത്രൈവർണിക ഭാഷയുടെ കൃത്രിമത്വം തമിഴിലും ഇക്കാലത്ത് ധാരാളമായി കടന്നുകൂടിയിരുന്നു എന്നും പറഞ്ഞത് ഇളംകുളം കുഞ്ഞൻപിള്ള. കേരളത്തിലെ ഭക്തിപ്രസ്ഥാന വേലിയേറ്റം സൂചിപ്പിക്കുന്ന ആദ്യത്തെ ഉന്നത തരംഗങ്ങളിലൊന്നാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ M. ലീലാവതി. തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും അനുഗ്രഹം കൊണ്ട് മാധുര്യവും പ്രൗഢതയും സമാർജിച്ച മലയാള ഭാഷയിൽ രാമചരിതം വിരചിതമായിരിക്കുന്നു എന്നഭിപ്രായപ്പെട്ടത് ഡോക്ടർ PK നാരായണപിള്ള. രാമചരിതം മലയാളത്തിൻ്റെ പൂർവകൃതിക്ക് ലക്ഷ്യമാകുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് P. ഗോവിന്ദപിള്ള. രാമചരിതം അതുണ്ടായ കാലത്ത് തെക്കൻ കേരളത്തിൽ സംസ്കൃതം അധികം നടപ്പായിട്ടില്ലെന്നും ആ കാലത്ത് ആ പ്രദേശത്ത് സാധാരണയായിരുന്ന ഭാഷയിൽ എഴുതിയ കൃതിയാണെന്നും പറഞ്ഞത് P. ഗോവിന്ദപിള്ള. ആകപ്പാടെ നാളികേര പാകത്തിലാണ് രാമചരിതത്തിൻ്റെ കിടപ്പ് എന്നഭിപ്രായപ്പെട്ടത് KM ജോർജ്. രാമചരിതം തമിഴ് കൃതിയാണെന്ന് അഭിപ്രായപ്പെട്ടത് KG ശേഷയ്യർ. തമിഴോ മലയാളമോ എന്ന് തീർത്തു പറയാനാകില്ല എന്ന് രാമചരിത ഭാഷയെക്കുറിച്ച് പറഞ്ഞത് ഗോപിനാഥ റാവു.